നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ നടത്തിയ റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മുൻ മന്ത്രി KN ബാലഗോപാൽ. എതിരായി അഭിപ്രായം പറയുന്നവരെ ഉന്നം വയ്ക്കുന്നു. പ്രതിപക്ഷ നേതാവിനെ ടാർഗറ്റ് ചെയ്യുകയാണെന്നും ബാലഗോപാൽ. കൊല്ലം ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് SFI മാർച്ച്. SFI പ്രവർത്തകർക്ക് നേരെ തിരുവനന്തപുരത്തുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. ഹോക്കി സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. പത്തൊൻപതുകാരി പ്രസവിച്ച ശേഷം കുഞ്ഞിനെ പുറത്തേക്കെറിഞ്ഞ സംഭവം. അമ്മയ്ക്കെതിരെ വധശ്രമത്തിന് കേസ്. കുഞ്ഞു പൂർണ്ണ ആരോഗ്യവതിയാണെന്ന് ഡോക്ടർമാർ. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവം. ഒരാഴ്ചക്കകം പരിശോധനാ റിപ്പോർട്ട് ലഭിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ്. കൊല്ലം മുണ്ടയ്ക്കൽ അമൃത് കുളത്തിലാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത്. വിശദമായ വാർത്തകളിലേക്ക്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ നടത്തിയ റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മുൻ മന്ത്രി KN ബാലഗോപാൽ. എതിരായി അഭിപ്രായം പറയുന്നവരെ ഉന്നം വയ്ക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനെ ടാർഗറ്റ് ചെയ്യുകയാണെന്നും ബാലഗോപാൽ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ നടത്തിയ റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മുൻ മന്ത്രി KN ബാലഗോപാൽ. എതിരായി അഭിപ്രായം പറയുന്നവരെയാണ് ഉന്നം വയ്ക്കുന്നത്. എന്തുകൊണ്ട് ED കേസ് എടുക്കുന്നില്ല എന്നാണ് കോൺഗ്രസ് ചോദിച്ചിരുന്നത്. ഇപ്പോൾ ഡീൽ ആരൊക്കെ തമ്മിലാണെന്ന് വ്യക്തമായി. ഇന്നിപ്പോ നമ്മുടെ മുഖ്യമന്ത്രി പിണറായിയുടെ വീട്ടിലും മറ്റ് വീടുകളിലും റെയ്ഡ് നടത്തുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഈ കേസ് സംബന്ധിച്ച് രാഷ്ട്രീയ പ്രേരിതമാണിതെന്ന് പറയാൻ കാരണം BJP നേരത്തെ തന്നെ രാഷ്ട്രീയമായി എതിരായ അഭിപ്രായം പറയുന്നവരെ ഉന്നം വെക്കുന്ന സമീപനമുണ്ട്. മറ്റ് സ്റ്റേറ്റുകളിലും നമ്മളിത് കണ്ടതാണ്. ഇപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ പലപ്പോഴും പറഞ്ഞു, VD സതീശൻ നമ്മുടെ മുഖ്യമന്ത്രിയും മറ്റുള്ള നേതാക്കന്മാരെല്ലാം സ്ഥിരമായി പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ED കേസെടുക്കാത്തത്, അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചിരുന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതേസമയത്ത് തന്നെ അവർ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. കേരളത്തിലെ LDF ഈ കേന്ദ്രത്തിലെ BJPയുമായിട്ട് ഒരു ഡീലുണ്ടെന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണല്ലോ വോട്ട് പിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നൊരു വലിയ ന്യായം. അപ്പോൾ ആ ഡീൽ ആര് തമ്മിലാണെന്ന് വ്യക്തമാക്കുന്ന കാര്യമാണ് ഇപ്പോൾ വന്നത്. നിരന്തരമായി കോൺഗ്രസ് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല. വീണ ചോദ്യം ചെയ്യലിനോട് നേരത്തെ സഹകരിച്ചതാണ്. കൃത്യമായ രാഷ്ട്രീയം ഇതിലുണ്ട്. ഇങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പ്രതിപക്ഷ നേതാവിനെ ടാർഗറ്റ് ചെയ്യുകയാണ്. രാഹുൽ ഗാന്ധിയും VD സതീശനും എന്തുകൊണ്ട് ED ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നതായും KN ബാലഗോപാൽ പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ഈ കാര്യം സംബന്ധിച്ച് ഇപ്പം ഇന്നലെ അന്വേഷണം നടക്കുന്ന സമയത്ത് ഇന്നലെ അവർ പറഞ്ഞല്ലോ, ഇന്നലെ കോടതിയിൽ നിന്ന് ഏതാ വിധി വന്നതെന്ന് ഞാൻ കരുതുന്നില്ല. കോടതിയിൽ ഏതോ സ്റ്റേ ഉണ്ടായിരുന്നത് മാറിയതൊക്കെയാണ്. കോടതി കിടക്കുന്നതാണ്, പലതവണ അന്വേഷിച്ചിട്ടും കാര്യങ്ങളില്ലാന്നൊക്കെ മനസ്സിലായ കാര്യമാണ്. എന്തായാലും കോൺഗ്രസ് പറഞ്ഞ 2-3 കാര്യങ്ങളാണ് ഇത്. കോൺഗ്രസ് നേരത്തെ പറഞ്ഞിരുന്നു, കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് രാഹുൽ ഗാന്ധിയും സംസ്ഥാനത്ത് ശ്രീ VD സതീശനും ഉൾപ്പെടെ ഇത് എന്തുകൊണ്ട് ED കേസെടുക്കുന്നില്ല, കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് ആവശ്യപ്പെട്ടു. ഇത് അവർ നിരന്തരമായി കേരളത്തിൽ ഡീലാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പം മനസ്സിലായി ഡീൽ ആര് തമ്മിലാണെന്ന്. കേരളത്തിൽ 3 സീറ്റിൽ BJP ജയിച്ച അനുഭവമുണ്ട്. സീറ്റുകളിൽ പലയിടത്തും ഇടതുപക്ഷത്തിന് എതിരായിട്ട് BJP കോൺഗ്രസ് വോട്ട് ചെയ്ത അനുഭവമുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൂട്ടി കാണണം. ന്യൂസ് ബ്യൂറോ, എഴുകോൺ. വാഹനാപകടത്തിൽ അഭിഭാഷകൻ മരിച്ചു. കടയ്ക്കൽ ആനപ്പാറ സ്വദേശി അനൂപ് BS ആണ് മരിച്ചത്. നിലമേൽ ഭാഗത്ത് നിന്ന് കടയ്ക്കലിലെ വീട്ടിലേക്ക് പോകുമ്പോൾ എതിർദിശയിൽ വന്ന കാറുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കടയ്ക്കലിലുണ്ടായ വാഹനാപകടത്തിലാണ് അഭിഭാഷകൻ മരിച്ചത്. 35-കാരനായ കടയ്ക്കൽ ആനപ്പാറ സ്വദേശി അനൂപ് BS ആണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് നിലമേൽ ഭാഗത്തു നിന്നും കടയ്ക്കലിലെ വീട്ടിലേക്ക് പോകവേ കാര്യത്തിന് സമീപം ഓട്ടോറിക്ഷയെ മറികടന്ന് എതിർദിശയിൽ വന്ന കാറുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ അനൂപിനെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കടയ്ക്കൽ സഹകരണ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകനാണ് അനൂപ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ ഒരാഴ്ചക്കകം പരിശോധനാ റിപ്പോർട്ട് ലഭിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ്. കൊല്ലം മുണ്ടയ്ക്കൽ അമൃതകുളത്തിലാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത്. മുണ്ടയ്ക്കൽ അമൃതകുളത്തിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ 2 ആഴ്ചയ്ക്കകം പരിശോധനാ റിപ്പോർട്ട് വരുമെന്ന് ഫിഷറീസ് വകുപ്പ് അധികൃതർ അറിയിച്ചു. നഞ്ച് കലക്കിയതാകാം കാരണമെന്നാണ് നാട്ടുകാരുടെ സംശയം.
എന്നാൽ വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞതും അമോണിയ കൂടിയതുമാണ് കാരണമെന്നാണ് ഫിഷറീസ് വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അമൃതകുളം സന്ദർശിച്ചു. കോർപ്പറേഷൻ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കുളം പൂർണ്ണമായും ശുചീകരിച്ചു. ചത്ത മത്സ്യങ്ങളെ കുഴിയെടുത്ത് മൂടി. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നൽകുന്ന പഠനോപകരണ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നടത്തി. തൊഴിലാളികളുടെ മക്കൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത്. വിദ്യാഭ്യാസത്തിന്റെ അനന്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഏർപ്പെടുത്തിയ തൊഴിലാളികളുടെ മക്കൾക്കുള്ള സൗജന്യ പഠനോപകരണ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഇന്നത്തെ സാഹചര്യത്തിൽ പഠിക്കാൻ ഒരുപാട് വിദ്യാഭ്യാസ അവസരങ്ങളുണ്ട്. അനന്തമായ സാധ്യതകൾ ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളുടെ മക്കൾക്കും ലഭ്യമാക്കാൻ വേണ്ട ഇടപെടൽ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വിദ്യാഭ്യാസ അവസരങ്ങളുണ്ട്. നമ്മൾ പഴയ തലമുറയിൽപ്പെട്ട പലർക്കും അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അത്തരം അനന്തമായ സാധ്യതകൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ക്ഷേമനിധിയുടെ അംഗങ്ങളുടെ മക്കൾക്ക് കൂടി ഉറപ്പുവരുത്തുവാൻ കുറേ കൂടി ഗൗരവതരമായ ഇടപെടൽ നടത്തുമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. നമ്മുടെ നാട് ഏറ്റവും നല്ല രീതിയിൽ പുരോഗതിയിലേക്ക് പോകാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട്. ബസ് ലോറി തൊഴിലാളികളുടെ ഫെയർ വേജസ് നിശ്ചയിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഉടൻ തന്നെ വിജ്ഞാപനം പുറത്തിറക്കും. കൊല്ലം മേയർ AK ഹഫീസ് ധനസഹായ വിതരണം നിർവഹിച്ചു. മലയാലപ്പുഴ ജ്യോതിഷ് കുമാർ, B ശിവജി, സാബു SG, B തുളസീധരക്കുറുപ്പ്, ബാബു, TC വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മാലമോഷണ കേസിൽ സ്ത്രീകൾ അറസ്റ്റിൽ. തമിഴ്നാട് സ്വദേശികളാണ് കൊട്ടാരക്കരയിൽ അറസ്റ്റിലായത്. ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുകയായിരുന്ന വയോധികയുടെ മാലയാണ് മോഷ്ടിച്ചത്. വയോധികയുടെ കഴുത്തിൽ നിന്നും സ്വർണ്ണമാല മോഷ്ടിച്ച കേസിലാണ് തമിഴ്നാട് സ്വദേശികളായ രണ്ടുപേരെ കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുനെൽവേലി, തൂത്തുക്കുടി, അണ്ണാനഗർ 12 ഡോർ നമ്പർ 23 കല്യാണി, പാർവതി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വാളകം ആണ്ടൂർ സ്വദേശിനിയായ വയോധിക വാളകം മാർക്കറ്റിൽ നിന്നും വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങി ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് സംഭവം. വയോധിക വിളിച്ച ഓട്ടോറിക്ഷയിൽ കല്യാണി ആദ്യം കയറുകയും തുടർന്ന് പാർവതി വയോധികയെ അതേ ഓട്ടോറിക്ഷയിൽ തന്ത്രപൂർവ്വം കയറ്റുകയുമായിരുന്നു. യാത്രയ്ക്കിടെ ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ വെച്ച് ഇരുവരും ചേർന്ന് 2.5 പവൻ സ്വർണം അപഹരിക്കുകയായിരുന്നു. സംശയം തോന്നിയതിനെ തുടർന്നാണ് വയോധിക കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചത്. തുടർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ONV ജയന്തി സംഘടിപ്പിച്ചു. ചവറ നമ്പ്യാടിക്കലിലാണ് ജന്മഗൃഹ സ്മാരക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ONV ജയന്തി സംഘടിപ്പിച്ചത്. കലാസരിത്ത് സാംസ്കാരിക സമിതിയും ONV ജയന്തി സംഘടിപ്പിച്ചു. ONV ജന്മഗൃഹ സ്മാരക കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ONV ജയന്തി. കവിയുടെ ജന്മഗൃഹമായ ചവറ നമ്പ്യാടിക്കലിലായിരുന്നു ജയന്തി ആഘോഷം. പുഷ്പാർച്ചന, കാവ്യാർച്ചന എന്നിവയും നടത്തി. ചവറ KS പിള്ള അധ്യക്ഷത വഹിച്ചു. അത് പലരും കാണാനിടയില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. എങ്കിൽ തന്നെയും ആ കൃതിയുടെ പേര് കലയും കശാപ്പും എന്നാണ്. അത് എഴുത്തുകാരൻ്റെ പേര് ONV കുറുപ്പെന്നല്ല, കലേശൻ എന്നായിരുന്നു. 40കളിൽ ആദ്യമായി കൊല്ലം ഏതൊരു പ്രസിദ്ധീകരിച്ച ചെറിയൊരു പുസ്തകം. അത് പിൽക്കാലത്ത് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ MAB സാറോടെ വന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹം സൂക്ഷിച്ചിരുന്ന ചില കോപ്പികൾ MAB സാറിനും എനിക്കും കൂറുള്ള നാശറാം പാസിക്കും തരികയുണ്ടായി. ആ കോപ്പി അത് ഭദ്രമായി ഞാൻ സൂക്ഷിച്ചിരുന്നു. അത് ശരിയെങ്കിൽ പോലും ഒരു സന്ദർഭം വന്നപ്പോൾ ഇത് കിട്ടാനില്ല. ബേബി സാറിന് അന്വേഷിച്ചപ്പോൾ ഇല്ല, പാസിനും ഇല്ല. അപ്പോൾ അന്വേഷിച്ചത് ഇരിപ്പങ്ങോട് സാറ് ഭാഷാശിന് വേണ്ടി ONV കവിതകളെ സംബന്ധിച്ച് സമഗ്രമായൊരു പഠനം നടത്തുന്ന സന്ദർഭത്തിലാണ് ആദ്യ കൃതിയുടെ അന്വേഷണം വന്നത്. ONV പാട്ടും പൊരുളും എന്ന വിഷയം ആകാശവാണി റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീകുമാർ മുഖത്തല അവതരിപ്പിച്ചു. തുടക്കകാലത്ത്, പിന്നീട് ഞാൻ അങ്ങനെ അടുപ്പമൊന്നും പുലർത്താൻ പോയിട്ടില്ല. ഞാൻ കോഴിക്കോട് ആകാശവാണിയിലുള്ള സമയത്ത് അദ്ദേഹമായിട്ട് വളരെ അടുപ്പമുണ്ട്. അപ്പോൾ അദ്ദേഹം മലയാളത്തിലെ ഏത് പഴയ ചലച്ചിത്ര ഗാനം, നമുക്ക് ഓർമ്മയില്ലാത്ത ചലച്ചിത്ര ഗാനം കൂടി ഗിരീഷിന് ഓർമ്മയുണ്ടായിരുന്നു. ഗിരീഷ് ഇങ്ങനെ വെറുതെ നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ ഈ പാട്ടുകളാണ് നമ്മളോട് പറയുക. അപ്പോൾ ആ ഉള്ളിൽ സൂക്ഷിച്ച ഗാനങ്ങളുടെ സംസ്കാരം അദ്ദേഹത്തിന്റെ പ്രതിഭയുമായി ചേർന്ന് പുതിയ ഗാനം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു സംസ്കാരത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളാണ്. ONV സാറിന്റെ പാട്ടുകളെ സംബന്ധിച്ച് പറഞ്ഞാൽ, മലയാളത്തിൽ ആ കാലത്ത് പാട്ട് എഴുതിയിരുന്ന വളരെ പ്രഗത്ഭരായിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും സമുന്നതരായ കവികളാണ് ഗാനങ്ങൾ എഴുതിയിരുന്നത്.
നമ്മൾ പേര് പറയുമ്പോൾ നമ്മൾ അവരെയൊക്കെ നമ്മൾ സംഗീത സംവിധായകരെയും ഗാനരചയിതാക്കളെയും എല്ലാം മാസ്റ്റർ എന്ന് വിളിച്ചാണല്ലോ സാധാരണ സംബോധന ചെയ്യുന്നത്. നമ്മൾ പി ഭാസ്കരൻ മാസ്റ്റർ, കെ രാഘവൻ മാസ്റ്റർ, ദേവരാജൻ മാസ്റ്റർ എന്നാണ്. ഞാനൊക്കെ ആണെങ്കിൽ 7 കൊല്ലം കോളേജിൽ പഠിച്ചിട്ടാണ് മാസ്റ്റർ എന്ന് പറയുന്ന ബിരുദം നേടിയത്. അപ്പോൾ പക്ഷെ ഒരു പ്രയോജനമില്ല. ഞാൻ നേടിയ ബിരുദത്തിൽ എനിക്ക് കാര്യമായ വിവരമില്ല എന്ന് എനിക്ക് പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി. പക്ഷേ ഇവരുടെ വൈദഗ്ധ്യം മനസ്സിലാക്കിയിട്ട്, അവരുടെ പ്രതിഭ മനസ്സിലാക്കിയിട്ട് ഈ സമൂഹമാണ് അവർക്ക് മാസ്റ്റർ എന്ന പദവി കൊടുത്തത്. ONV സാറിന് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. സാർ അല്ലാതെ തന്നെ അധ്യാപകനായതുകൊണ്ട് അദ്ദേഹത്തിന് മാസ്റ്റർ എന്ന പദവിയുടെ ആവശ്യമുണ്ടായി. ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. TP ശാസ്ത്രമംഗലം, D സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കലാസരിത് സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിലും ONV ജയന്തി സമ്മേളനം നടത്തി. കേരള ശബ്ദം പത്രാധിപർ R പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. ചവറ സുരേന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ചു. ഉണ്ണി വിജയ നായർ, ജോസഫ് വിൽസൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. 40 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഇല്ലാതെ പടിയിറങ്ങുകയാണ് നീണ്ടകര ഹാർബറിലെ കളക്ഷൻ ഡ്യൂട്ടിക്കാരനായ പന്മന സ്വദേശി S സോമൻ. 2019 സുപ്രീം കോടതി വിധിയെ തുടർന്ന് ജീവനക്കാരിൽ 9 പേർക്ക് മാത്രമാണ് ആനുകൂല്യത്തിന് അർഹത ലഭിച്ചത്. പുതിയ സർക്കാരിലാണ് ഇനി വിശ്വാസമില്ലാമെന്ന് സോമൻ പറഞ്ഞു. പന്മന നെറ്റിയാട് മുളന്താഴത്ത് വീട്ടിൽ S സോമൻ നീണ്ടകര ഹാർബറിൽ CLR ജീവനക്കാരനായി ഡ്രഡ്ജിംഗ് പമ്പിലാണ് 1986 ജോലിയിൽ പ്രവേശിച്ചത്. 1988 ഹാർബറിന്റെ പ്രവേശന കവാടത്തിൽ കളക്ഷൻ ഡ്യൂട്ടിക്കായി നിയോഗിച്ചു. 70 വയസ്സായ അദ്ദേഹം ബുധനാഴ്ച പടിയിറങ്ങി. എന്നാൽ യാതൊരുവിധ വിരമിക്കൽ ആനുകൂല്യങ്ങളും സോമന് ലഭിക്കില്ല. 2019 സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ വിധിയെ തുടർന്ന് ജീവനക്കാരിൽ 9 പേർ മാത്രമാണ് വിരമിക്കൽ ആനുകൂല്യത്തിന് അർഹത നേടിയത്. മെയിൻ ഗേറ്റിലെ ജോലി ലേലത്തിന് പോയപ്പോൾ ജീവനക്കാർ അപ്പീലുമായി കോടതിയെ സമീപിച്ചു. ജീവനക്കാരുടെ ജോലി സംരക്ഷിക്കാം എന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നെങ്കിലും തുടർ ഇടപെടലുകൾ ഒന്നും ഉണ്ടായില്ല. ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത്, ഞാൻ 40 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ഒരു CLR ജീവനക്കാരനാണ്. ഈ 40 വർഷം ജോലി എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ ഡ്രഡ്ജിംഗ് പമ്പിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് 88 മാർച്ച് 27 ഇതിൻ്റെ ഇനാഗുറേഷൻ, ഫസ്റ്റ് നയനാർ മന്ത്രിസഭയുടെ ഇനാഗുറേഷൻ നടത്തിയ സമയത്ത് കളക്ഷനും മെയിൻ ഗേറ്റ് ഡ്യൂട്ടിക്കുമായിട്ട് ആളിനെ ഇങ്ങോട്ട് മാറ്റിയപ്പോൾ ആ കൂട്ടത്തിൽ എന്നെയും കളക്ഷനിൽ ഈ ഗേറ്റ് ഡ്യൂട്ടിക്കായിട്ട് നിയമിച്ചു. അങ്ങനെ 19 വരെ കളക്ഷൻ ഡ്യൂട്ടിയും ഗേറ്റ് ഡ്യൂട്ടിയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു കേസ് ഞങ്ങൾ അന്ന് ഹൈക്കോടതി റെഫർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കേസ് നിലവിലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് സമരം നടത്തുവാനോ മറ്റ് ആനുകൂല്യങ്ങൾക്ക് വേണ്ടി വരുവാനോ ഒന്നും ഞങ്ങൾ സാധിച്ചില്ല. കേസ് നിലവിലുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് വക്കീലിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ നിഷ്പക്ഷത പാലിച്ചു. അങ്ങനെ 2019 ഒരു കേസിന് സുപ്രീം കോടതി ഒരു വിധിയുണ്ടായി. ആ വിധിയിൽ ഞങ്ങൾക്ക് ആർക്കും പ്രയോജനമില്ലാത്ത ഒരു വിധിയായിരുന്നു അന്ന് വന്നത്. ഈ 19 വിധി എന്ന് പറയുന്നത് അതിനകത്ത് 9 പേർക്ക് ആനുകൂല്യം കിട്ടുന്ന രീതിയിലായിരുന്നു വിധി. അപ്പോൾ അന്നത്തെ സർക്കാരിൻ്റെ സ്വാധീനത്തിലുള്ള ഒരു ലിസ്റ്റിൽ 9 പേര് അതിനകത്ത് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആവുകയും 6 പേര് SLR ജീവനക്കാരാകുകയും ചെയ്തു. ബാക്കിയുള്ളവർക്ക് യാതൊരു ആനുകൂല്യവും അവകാശമില്ലാതെ ഞങ്ങൾ തുടർന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിവസം 15 രൂപ ശമ്പളത്തിലാണ് സോമൻ ജോലിയിൽ കയറിയത്. ഇപ്പോൾ 750 രൂപയാണ്. കയറിയ കാലം മുതൽ ഇന്ന് വരെ താൽക്കാലിക ജീവനക്കാരനുമാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സോമന് വിരമിക്കൽ ആനുകൂല്യത്തിലായിരുന്നു എല്ലാ പ്രതീക്ഷകളും. കുറച്ച് കടമെങ്കിലും തീർക്കാൻ കഴിയുമായിരുന്നെന്ന് സോമൻ പറഞ്ഞു. പുതിയ സർക്കാരിലാണ് ഇനി വിശ്വാസമില്ല. ജോലി ചെയ്ത കാലയളവിൽ യാതൊരു വീഴ്ചയും വരുത്തിയിട്ടില്ല. സർക്കാർ അടിയന്തരമായി തങ്ങളുടെ കാര്യത്തിൽ ഇടപെടണമെന്നാണ് സോമൻ ഉൾപ്പെടെയുള്ള തൊഴിലാളികളുടെ ആവശ്യം. ഈ വർഷം ഇനി 2 പേരും കൂടി പോകും 2026. അത് കഴിഞ്ഞാൽ പിന്നെ 29-30 ഈ തൊഴിലാളി വിഭാഗം തീരും. എടുക്കുന്നില്ല. ഇവിടെ അങ്ങനെയുള്ള നിയമനമുള്ള ഇനി വേണ്ട. ഇവിടെ മെയിൻ ഗേറ്റ് എല്ലാം ലേലം പോയി, വാർഫേജ് ലേലം പോയി, ഐസൊലേഷൻ്റെ ലേലം പോയി, ബോട്ട് പിരിവ് ലേലം പോയി, വള്ളത്തിൻ്റെ പിരിവ് ലേലം പോയി. പക്ഷേ ഇവിടെ തൊഴിലുണ്ട്. ഇവിടെ ഇപ്പോഴും നിയമപരമായി ഇവിടെ നല്ല രീതിയിലുള്ള ക്ലീനിങ്ങുകൾ നടക്കുന്നില്ല. ഇവിടെ വന്ന മൂക്കുപത്തി തൊഴിലാളി ഇവിടുന്ന് വരുന്ന ഉപഭോക്താക്കൾ അകത്ത് കയറേണ്ടത്. കാര്യം ഈ ക്ലീനിങ്, ഓട ക്ലീനിങ്, പൂന്തോട്ടം പരിപാലനം മറ്റു രീതിയിലോട്ട് ഇപ്പം നിൽക്കുന്ന തൊഴിലാളികളെ വിന്യസിച്ച് അവർക്ക് ഈ തൊഴിൽ നിലനിർത്തിക്കൊണ്ട് 75 വയസ്സ് വരെ പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതായത് താഴെക്കടയിൽ നിന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുള്ള റിപ്പോർട്ട് പോയെങ്കിലേ അത് നമുക്ക് അനുകൂലിച്ച് കിട്ടത്തുള്ളൂ. ന്യൂസ് ബ്യൂറോ, ചവറ. KCB വർക്കേഴ്സ് അസോസിയേഷൻ CITU ചടയമംഗലം യൂണിറ്റ് സെക്രട്ടറി രവിയുടെ കുടുംബത്തിന് നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി. അസോസിയേഷൻ കൊട്ടാരക്കര ഡിവിഷൻ സെക്രട്ടറി ആയിരുന്ന KP ഹരീഷ് കുമാർ സ്മാരക ട്രസ്റ്റാണ് വീട് നിർമ്മിച്ചു നൽകിയത്. CITU ദേശീയ ജനറൽ സെക്രട്ടറി എളമരം കരീം താക്കോൽ കൈമാറി. KCB വർക്കേഴ്സ് അസോസിയേഷൻ CITU കൊട്ടാരക്കര ഡിവിഷൻ സെക്രട്ടറി ആയിരുന്ന KP ഹരീഷ് കുമാറിന്റെ സ്മരണാർത്ഥം രൂപീകരിച്ച ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് സംഘടനയുടെ ചടയമംഗലം യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന രവിയുടെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയത്.
വീടിന്റെ താക്കോൽ കൈമാറ്റം KSEB വർക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റും CITU ദേശീയ ജനറൽ സെക്രട്ടറിയുമായ എളമരം കരീം നിർവഹിച്ചു. ഓച്ചിറ വലിയകുളങ്ങര പള്ളിമുക്കിന് സമീപമാണ് വീട് നിർമ്മിച്ചത്. ജീവിക്കാനുള്ള വരുമാനം ശമ്പളമായും മറ്റും കിട്ടുന്നുണ്ട്. അതുപയോഗിച്ച് ഓരോ കുടുംബം പ്രത്യേകമായി ജീവിച്ചു വരുമ്പോൾ ഒരു സഹപ്രവർത്തകന് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാൽ അനാഥമാകുന്ന കുടുംബത്തിന് ഒരു വീട് പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ഇടപെടാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നത് ഏറ്റവും മഹത്തായ ഒരു കൃത്യമാണ്. അതിന് നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. KSEBWA CITU വർക്കിംഗ് പ്രസിഡന്റ് S ഹരിലാൽ അധ്യക്ഷത വഹിച്ചു. V അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. CITU കൊല്ലം ജില്ലാ സെക്രട്ടറി S ജയമോഹൻ, KSEBWA ജനറൽ സെക്രട്ടറി പ്രദീപ് ശ്രീധരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ദീപ K രാജൻ, CPIM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ശിവശങ്കരപിള്ള, ജില്ലാ കമ്മിറ്റി അംഗം PV സത്യദേവൻ, CPM കരുനാഗപ്പള്ളി ഏരിയ സെക്രട്ടറി A അനിരുദ്ധൻ, A ബ്രിജിത്ത്, സുരേഷ് നാരായണത്ത്, അനിയുമ്മൻ മാത്യു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ നടത്തിയ റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മുൻ മന്ത്രി KN ബാലഗോപാൽ. എതിരായി അഭിപ്രായം പറയുന്നവരെ ഉന്നം വയ്ക്കുന്നു. പ്രതിപക്ഷ നേതാവിനെ ടാർഗറ്റ് ചെയ്യുകയാണെന്നും ബാലഗോപാൽ. കൊല്ലം ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് SFI മാർച്ച്. SFI പ്രവർത്തകർക്ക് നേരെ തിരുവനന്തപുരത്തുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. ഹോക്കി സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. പത്തൊൻപതുകാരി പ്രസവിച്ച ശേഷം കുഞ്ഞിനെ പുറത്തേക്കെറിഞ്ഞ സംഭവം. അമ്മയ്ക്കെതിരെ വധശ്രമത്തിന് കേസ്. കുഞ്ഞു പൂർണ്ണ ആരോഗ്യവതിയാണെന്ന് ഡോക്ടർമാർ. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവം. ഒരാഴ്ചക്കകം പരിശോധനാ റിപ്പോർട്ട് ലഭിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ്. കൊല്ലം മുണ്ടയ്ക്കൽ അമൃത് കുളത്തിലാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.